ബുർദ പോലെയുള്ള കവിതകൾ സമൂഹത്തിൽ വരുത്തിയ സ്വാധീനം നമുക്കറിയാം. അൽഫ്യ പോലെയുള്ള കവിതകൾ ഭാഷാരംഗത്ത് വരുത്തിയ സ്വാധീനവും നമുക്കറിയാം. ഫിഖ്ഹിലും എല്ലാ വിജ്ഞാനത്തിലും കവിതകൾ വളരെ മനോഹരമായി ആലപിക്കപ്പെട്ടു. ഒരു വലിയ സാഹിത്യമായിട്ട് അത് അറബിയെ സമ്പന്നമാക്കി. ആ രംഗത്ത് വലിയ പ്രതിഭകളുണ്ട്, ആധുനികരും പൗരാണികരും. ഇപ്പോൾ അഹമ്മദ് ഷൗക്കിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. എത്ര മനോഹരമായാണ് അദ്ദേഹം ബുർദയെ നഹ്ജുൽ ബുർദ എന്ന രീതിയിൽ പരാവർത്തനം ചെയ്തത്. നമ്മൾ അന്തിച്ചു നിന്നു. ബുർദക്ക് നിരവധിയായ പാരഡി ഗാനങ്ങളുണ്ടായി. ബുർദയെ ഉപജീവിച്ച് നിരവധി മദ്ഹ് ഗാനങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടു. പക്ഷേ പദാനുപദം ആശയം അങ്ങനെ തന്നെ കോർത്തടിക്കും. ബുർദയ്ക്ക് ഒപ്പം നിൽക്കും വിധം ഈജിപ്ഷ്യൻ ആധുനിക കവി അഹമ്മദ് ഷൗക്കിയുടെ നഹ്ജുൽ ബുർദ എത്രമേൽ ആസ്വാദ്യകരമാണ്. ബുർദയിൽ മഹാനായ ബുസൂരി റളിയല്ലാഹു അൻഹു വൈന്നലി ദമ്മത്തുൻ അൻഹു ബിതസ്മിയത്തി മുഹമ്മദൻ, എൻ്റെ പേര് മുഹമ്മദായി, എൻ്റെ ഹബീബായ നബി തങ്ങളുടെ പേര് മുഹമ്മദായി, എനിക്കതിൽ വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു എന്ന് പറയുന്നതിന് എത്ര ഉൾച്ചേർന്നാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഹമ്മദ് ഷൗക്കി പറയുന്നത്. എൻ്റെ പേര് അഹമ്മദാണ്, എൻ്റെ ഹബീബിൻ്റെ പേരും അഹമ്മദാണ്. അങ്ങനെ പദാനുപദം ആശയങ്ങൾ ആശയത്തോട് ചേർത്ത്. അദ്ദേഹം പൂർവികനല്ല, ഒരു ആധുനിക കവിയാണ്. അപ്പൊ അറബി ഭാഷയിൽ അങ്ങനത്തെ തല്ലജങ്ങൾ പിന്നെയും രചിക്കപ്പെട്ടു, പിന്നെയും രൂപപ്പെട്ടു. മലയാളത്തിലും നമ്മുടെ ഈ മോയിൻകുട്ടി വൈദ്യരൊക്കെ ഉണ്ടാക്കിയ കിസ്സപ്പാട്ടുകൾ അതൊരു കാലത്ത് സമൂഹത്തെ എത്രമേൽ സ്വാധീനിച്ചു. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ അത്തരം കവിതകൾ, മോയിൻകുട്ടി വൈദ്യരുണ്ടാക്കിയത് എന്നല്ല, അത്തരം സാഹിത്യ കൃതികളെ പോലും ഭയന്നതും അതിന് നിരോധനം ഏർപ്പെടുത്തിയതും. പടപ്പാട്ട് എന്ന രീതിയിൽ ഒരു പഠനശാഖ തന്നെ ഉണ്ടായി. പടപ്പാട്ടുകൾ പഠനശാഖ തന്നെ വന്നു. ഈ പടപ്പാട്ടുകൾ വഴി അവർ മെസ്സേജ് കൈമാറുന്നു എന്ന് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചു. അതേപ്രകാരം ഈ പടപ്പാട്ടുകളും പൂർവികരെ കുറിച്ചുള്ള മദ്ഹ് ഗീതങ്ങളും ഗാനങ്ങളും ഇവരെ യുദ്ധോത്സുകരാക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നിരവധിയായ കവിതകൾ അവർ കണ്ടുകെട്ടി, നശിപ്പിച്ചു. പക്ഷെ പിന്നെയും ആ സാഹിത്യം എല്ലാ എതിർപ്പുകളെയും എല്ലാവിധ ധ്വംസനങ്ങളെയും അതിജയിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. ഒരു ചെറിയ ജനവിഭാഗം ഇത്രമേൽ ബൃഹത്തായൊരു സാഹിത്യ ശൃംഖം, വലിയൊരു സാഹിത്യത്തിന്റെ ഒരു പർവ്വതം രചിക്കുക എന്ന് പറഞ്ഞാൽ. പടപ്പാട്ടുകൾക്ക് മുമ്പ് ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ പോലെയുള്ള പ്രണയ കവിതകളും മോയിൻകുട്ടി വൈദ്യർക്കുണ്ട്. സത്യത്തിൽ അങ്ങനെ നടന്നൊരു സംഭവമൊന്നുമല്ല. ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലൊന്നും ലോകത്തുള്ളവരൊന്നുമല്ല. പക്ഷേ അതൊരു വലിയ മനോഹരമായ പ്രണയകാവ്യം അദ്ദേഹം ഇതുവഴി രചിക്കുന്നു. ഭാഷ എന്നുള്ള നിലക്ക് അതിന് അതിൻ്റെതായ സ്വാധീനവും അതിൻ്റെതായ വിശേഷണങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു നിർമ്മിത പ്രണയകവിതയായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രായശ്ചിത്തം, അതിൻ്റെ ഒരു പശ്ചാത്താപം എന്ന രീതിയിലാണ് അദ്ദേഹം പിന്നീട് കൂടുതൽ പഠിച്ച് വന്നപ്പോൾ ബദറും ഉഹുദുമൊക്കെ രചിച്ചത് എന്ന് നമ്മൾ വാചികമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥത്തിൽ വായിച്ച ഓർമ്മല്ല. പലരും പറഞ്ഞ് കൈമാറി തരുന്ന അങ്ങനെ ചില വിജ്ഞാനങ്ങളുണ്ട്. അപ്പോൾ നോക്കുങ്ങൾ, അത് കാലം കഴിഞ്ഞ് വേറൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ മാപ്പിള സാഹിത്യം മാറുന്നുണ്ട്. അത് കത്തുപാട്ടുകളായി. അതായത് ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ വിഷമിച്ച കാലഘട്ടത്തിലാണ് ഈ പേർഷ്യൻ കുടിയേറ്റം നടക്കുന്നത്, മിഡിൽ ഈസ്റ്റിലേക്ക് കുടിയേറ്റം നടക്കുന്നത്. നിരവധിയായ ആളുകൾ പോയി, അവർ ജോലി തരപ്പെടുത്തി. പലരും അനധികൃതമായാണ് കയറിയത്. കള്ളവഞ്ചിയിലേറിയിട്ട് ലോഞ്ചിലേറിയിട്ടും പോയി അവിടെ ജോലിയെടുത്ത് ജീവിക്കണ സമയത്ത് സമയാസമയം കൃത്യമായൊരു മാസം അല്ലെങ്കിൽ കൃത്യമായൊരു വർഷം അങ്ങനത്തെ ഇടവേളകളിൽ നാട്ടിൽ വരാനോ ബന്ധുമിത്രാദികളെയും ഇണകളെയും സന്ദർശിക്കാനോ മക്കളെ കാണാനോ ഒന്നും പറ്റൂല. അപ്പം അനന്തമായി അവരുടെ പ്രവാസം നീളും. ആ ഒരു ദുഃഖസാന്ദ്രമായ കുടുംബജീവിതത്തിലാണ് കത്തുപാട്ടുകൾ രചിക്കുന്നത്. അന്ന് ആ സമൂഹത്തെ എത്രമേൽ അത് ഉൾപ്പുളകം കൊള്ളിച്ചു.
എത്രയും ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന കത്തുപാട്ട് ഗൾഫിൽ പോയി അത് രചിച്ചയാൾ ജമീൽ ആലപിച്ചതിൽ പിറകെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം മുഴുവനായി നിറഞ്ഞു എന്നാണ്, ആളുകൾ ഒഴുകി എന്നാണ് തിരിച്ച്. ഈ വിരഹത്തിന്റെ നൊമ്പരം അയാൾ മനോഹരമായ കവിതയിൽ ഒട്ടിച്ചു വെച്ചു. പിന്നെ മറുപടി പാട്ടുകൾ വന്നു. അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി പോലെയുള്ള മറുപടി പാട്ടുകൾ വന്നു. പിന്നെ അതിന്റെ വിവിധ രൂപങ്ങളുണ്ടായി. മക്കള് പാടുന്നത് അല്ലെ, അറബ് നാട്ടിൽ അകലെയങ്ങാണ്ടിരിക്കും വാപ്പ അറിയാമെന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഗതികൾ വന്നു. പിന്നെ അതിന് മറുപടികൾ വന്നു. ഏകദേശം ഒരു 1-2 പതിറ്റാണ്ടുകൾ, ഒരു 10-15-20 വർഷത്തോളം അതൊരു വല്ലാത്ത ആസ്വാദനായിരുന്നു ഈ സമൂഹത്തിൽ. അതിൽ ചില വൾഗറായ പദങ്ങൾ വിമർശിക്കപ്പെട്ടു. ഉദാഹരണമായിട്ട് വളരെ പ്രസിദ്ധമായ ഈ അബുദാബി പാട്ട് അല്ലെ, വളരെ പ്രസിദ്ധമായ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാൽ ഏറെ പിരിശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഇതിലിങ്ങനെ പാടിപ്പോയി അവളുടെ ഈ സ്തനഭാഗങ്ങളെ കുറിച്ചൊക്കെയുള്ള വർണ്ണനകൾ അശ്ലീലായി നന്നെ വിമർശിക്കപ്പെട്ടു. അശ്ലീലായി, തിന്നാൻ കൊടുക്കൂല ഞാൻ ഈ മാംസപ്പൂവമ്പഴം പോലത്തെ പ്രയോഗങ്ങൾ. സംഗതി ഒരു സമൂഹത്തിന്റെ ഉൾത്തുടിപ്പായിരുന്നു ആ സംഗതി. അതിൻ്റെ ഇടയിൽ തന്നെ അതേ കാലത്ത് നല്ല ഭക്തിപ്പാട്ടുകൾ വന്നു, ഉപദേശം പാട്ടുകൾ വന്നു. കെട്ടുകൾ 3 കെട്ടി കെട്ടലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ട് ഒരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. എരഞ്ഞോളി മൂസ സാഹിബിന്റെ പ്രസിദ്ധമായ ആ പാട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനമായിട്ട് അവതരിച്ച അൽ-ബഖറ സൂറത്തിലെ 281-ാമത്തെ വചനം. ഈ പാട്ടിൽ അങ്ങനെ വർണ്ണിക്കണ അയാളത് ഉദ്ദേശിച്ചോന്ന് എനിക്കറിയില്ല. നമ്മളൊരു നിരൂപണം എന്നുള്ള രീതിയിൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തെ നിങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം, സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ഖുർആനിലെ അവസാനത്തെ വചനം. കെട്ടുകൾ 3 കെട്ടി കട്ടിലിനെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. പെണ്ണുങ്ങൾക്കുള്ള നിരവധിയായ ഉപദേശങ്ങളുണ്ടായി അല്ലേ. മേനി മറക്കാത്ത പെൺകുടിയെ, നിൻ കൽബിനുള്ളിൽ എന്താണ്? മരിക്കുമ്പോൾ നിൻ ചാരൻ നിന്റെ കബറിനുള്ളിൽ ആരാണ്? പിന്നെ മാതാപിതാക്കളുടെ അലസതയെ കുറിച്ച് പാട്ടുകളുണ്ടായി അല്ലെ. ഉണരുവാനും ഉമ്മാക്ക് 10 മണി കറക്റ്റാണ്, എൻ്റെ പഠനകാര്യം നോക്കുവാനും ഉമ്മാക്ക് മടിയാണ്. ഈ ഗൾഫ് ഇങ്ങനെ വരികയാണ്, ഉമ്മമാർക്ക് ഇങ്ങനെ സമ്പന്നത വരികയാണ്, സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. കാറ്റ് കിട്ടാൻ വേണ്ടി പാള കൊണ്ട് വീശി ഉണ്ടാക്കി മിന്നുന്ന ഇടത്തിൽ നിന്ന് ചെറിയ ഫാനുകളൊക്കെ വരികയാണ്. അപ്പോ മദ്രസക്ക് വന്ന കുട്ടീനെ ശ്രദ്ധിക്കാതെ വരുന്നു. അത് മനസ്സിലാക്കുന്ന ഒരു കവി അക്കാര്യങ്ങളെല്ലാം വെച്ച് കവിത എഴുതുന്നു. അപ്പൊ ഒരു സമൂഹത്തിന്റെ പുരോഗതിയും സമൂഹത്തിന്റെ ഗമനത്തെയും നയിച്ചു ചില കവിതകൾ, കൂടെ നിന്നു മറ്റു ചില കവിതകൾ. ഭാഷാ സാഹിത്യത്തിന്റെ പ്രയോഗവൽക്കരണമാണ്. അവിടുന്നാണ് പിന്നീട് ഈ പോസ്റ്റ് മോഡേൺ യുഗം നമ്മുടെ ഈ മലയാള സാഹിത്യത്തിലൊക്കെ വന്നു. പണ്ടുണ്ടായിരുന്ന കവിതയിൽ നിന്ന് വ്യത്യസ്തമായ കവിതകൾ വന്നു. പോസ്റ്റ് മോഡേൺ കവിതയും മോഡേൺ കവിതകളും അല്ലെ, ഉത്തരാധുനിക കവിതയും ആധുനിക കവിതയും ഒക്കെ നിങ്ങൾ സാഹിത്യം പഠിച്ചപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അത് ദീർഘമായി വിശദീകരിക്കാൻ ഈ വേദി പര്യാപ്തമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അത്തരം ചില ആന്തോളനങ്ങൾ എല്ലാ ഭാഷാ സാഹിത്യത്തിനും വരുന്നതിന്റെ ഭാഗമായി ഈമാനൊക്കെ കുറഞ്ഞ് ധാർമ്മികത ഒക്കെ കുറഞ്ഞ ഒരു കാലം നമ്മുടെ കവിതകളെയും ബാധിക്കുന്നു. അതിനെ തുടർന്നാണ് ചില പുതിയ പാട്ടുകൾ വരുന്നതും. ഇഷ്കും കൽബും തേനും മാനും പൂവും കായും മാത്രം ഈ കവിതയുടെ പ്രയോഗങ്ങളായി മാറും. ആദ്യം പറഞ്ഞ കവിത ദീനീപരമായ ധാർമ്മികതയ്ക്ക് ചൂട്ടുപിടിച്ചെങ്കിൽ ഏകദേശം ഒരു 10 വർഷം മുന്നേ മുതൽ തുടങ്ങിയ ഈ ഒരു ട്രെൻഡ്, ഈ CD ഒക്കെ വരുന്ന കാലം മുതൽ തുടങ്ങിയ ആ ഒരു ട്രെൻഡ് വെറും തെറിപ്പാട്ടുകളാൽ മാപ്പിളപ്പാട്ട് സാഹിത്യം നിറഞ്ഞു കവിഞ്ഞു. ചീഞ്ഞ കാലഘട്ടമാണ്. എരഞ്ഞോളി മൂസ ജീവിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കെട്ടുകൾ 3 കെട്ടിയൊക്കെ ആലപിക്കുന്നുണ്ടെങ്കിലും സമാനമായ ധർമ്മനിഷ്ഠമായ ചില കവിതകളൊക്കെ അങ്ങിങ്ങ് രൂപപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു ഘട്ടം ഒരു 10 വർഷം ആ ഫാത്തിമയിൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഘട്ടം നമ്മളെ പറഞ്ഞേറ്റാൻ വേണ്ടി ഉഷാവുതുപ്പ് എന്ന് പറയുന്ന മലയാളത്തിലെ പ്രസിദ്ധയായ ഈ പാട്ടുകാരത്തി പറയുന്നുണ്ട്, മുപ്പത്തിക്ക് ഏറ്റവും ഇഷ്ടം താജുദ്ദീൻ വടകരനെയാണ്.
എന്താ കാര്യം? ഫാത്തിമ എന്നുള്ള പാട്ട് അത്രക്കും ഇഷ്ടമായി എന്നാണ് പറയുന്നത്. സത്യത്തിൽ അതൊരു കൊലച്ചതിയാണ്. ഇവളെപ്പോലെ പ്രസിദ്ധയായ ഒരാൾ ഈ ഒരു പാട്ട് പാടിയ ചങ്ങാതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അയാൾക്ക് അടുത്ത കവിത രചിക്കാനും പാട്ടുണ്ടാക്കാനും, അയാളെപ്പോലെ പാട്ട് മുട്ടി നടക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ഇതിലേറെ വൾഗറായ പാട്ട് രചിക്കാനും അതൊരു കാരണമായിത്തീരും. അപ്പൊ നമ്മുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറഞ്ഞ പുളിമ കയറ്റിലാണ്. മൂപ്പത്തിക്ക് യേശുദാസിനല്ലോ പറ്റിയത്, മാർക്കോസിനല്ല പറ്റിയത്. അജാതി പാട്ടുരംഗത്ത് ശ്രദ്ധേയരായ ആളുകളൊന്നുമല്ല. പിന്നെ താജുദ്ദീൻ വടകരനാണ് പറ്റിയത്. അവരുടെ ഒരു ഇന്റർവ്യൂ വായിച്ചതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിന്നെ ഇറങ്ങി അതേപോലത്തെ കുറേ പാട്ടുകൾ. നിക്കാഹ് നടക്കുന്നിടത്ത് ഒരു പെണ്ണിനെ പിയാനോ വായിച്ചു പോയി ഇറക്കിക്കൊണ്ടിരാണ് പ്രണയിനിയെ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാരമോൾ ഫാത്തിമൂനെ പേരൂടാണ്. 2 ആഴ്ച കൊണ്ട് 25,000 CD ചെലവഴിന്നാണ് ആ പാട്ട്. അപ്പൊ എത്രമേൽ അത് സമൂഹത്തിൽ ഇവര് ആഴത്തിലിറക്കിന്ന് ആലോചിച്ചു. പിന്നെ വന്നത് അതിനേക്കാൾ മോശമുള്ള പാട്ടുകൾ. ഞാൻ പറഞ്ഞല്ലേ, ഈ കൽബും ഇഷ്കും ഒക്കെ ഇങ്ങനെ വന്ന പാട്ടായി മാറും. പോത്തുപള്ളിക്ക് പോണ സമയത്ത് നിനക്ക് അരുന്നെല്ലിക്ക് പറിച്ചെന്നായിരുന്നു, അതിന് പകരം നീ എന്തെങ്കിലും ഒന്ന് തരണം. എന്തെങ്കിലും ഒന്നല്ല, മൂപ്പര് അർത്ഥം വെച്ചാണ് പാടുന്നത്. മേനി മറക്കാത്ത പെൺകുടിയേനെയും കൽബിനുള്ളിൽ എന്താണെന്ന് ചോദിച്ച പെണ്ണിനോട് സാഹിത്യം പൂത്തുലഞ്ഞ് ഇങ്ങടെത്തുമ്പോ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോലി സാബിറ എന്ന് പാട്ട് വരുന്നു. മനസ്സിൻ്റെ മണിയറിയിൽ സുന്ദരിയായ മോള് വരുന്നു. പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പെണ്ണുങ്ങൾ പറഞ്ഞ് അവരുടെ പേരെന്നെ ഈ ആണായി പറഞ്ഞു. ഇപ്പൊ പുരുഷു എന്നൊക്കെ നമ്മുടെ കേരളത്തിൽ ചില ആളുകൾക്ക് പേരുണ്ട്, പുരുഷോത്തമൻ. അതുപോലെ റജുലാന്ന് പാട്ട് വരുന്നു. വിരുദ്ധം എന്ന് തോന്നുന്ന പാട്ടുകളുണ്ട്. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, എന്നാലും അവളും എൻ്റെ സുന്ദരിയാണ്. ചന്തം കുറവാണ്, എന്നാലും സുന്ദരിയാണ്. തീരെ സെൻസ് വേണ്ടാന്ന് തോന്നുക പാട്ടുകൾ, ആ സീസണിലുള്ള പാട്ടുകൾ. എന്തെങ്കിലുമൊക്കെ കുത്തി യോജിപ്പിച്ചും എന്നറിഞ്ഞ് മൂടി ഒരു സീരിയലൊക്കെ പെണ്ണിനിട്ടാണ്ട് ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞാൽ സംഗതി ക്ലിക്കായി എന്നുള്ള അർത്ഥത്തിൽ. നമ്മുടെ ഭാഷയിൽ വന്ന, പ്രത്യേകിച്ച് മലബാർ മാപ്പിള സാഹിത്യത്തിൽ വന്നൊരു മാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയണം. പച്ച ചീത്തയായ പാട്ടുകളാണ് ആ സീസണിൽ ഇറങ്ങിയത്. നമുക്ക് ആലപിക്കാൻ പറ്റില്ല. അതിപ്പോ സാഹിത്യം പറയുമ്പോൾ സാഹിത്യത്തിന്റെ ആധാന പതനങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ എനിക്ക് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ ഉദാഹരിച്ചത്. ഇതിലേറെ മോശമാണ് വിരഹത്തിൻ നൊമ്പരം വേദന അറിയാൻ പ്രണയിക്കും ഒരു വട്ടം എന്നാണ്. അതറിയണം എന്താ കാര്യം ആലോചിച്ചു. വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം. എന്തിനാ പ്രണയിക്കണ്? വാപ്പ മരിച്ചാൽ അറിയില്ലേ വിരഹത്തിന്റെ വേദന? ഉമ്മ മരിച്ചാൽ അറിയില്ലേ? ജോലിക്ക് പോയാൽ അറിയില്ലേ? വീട്ടിൽ ഉമ്മല്ലേ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടയാൾ? വാപ്പല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടയാൾ? ഈ ഇഷ്ടപ്പെടേണ്ട വാപ്പനെയും ഉമ്മനെയും വിട്ട് ഇത്തിരി ദൂരേക്ക് ജോലിക്ക് പോയാൽ അറിയില്ലേ എന്താണ് ഈ വിരഹത്തിന്റെ വേദന എന്ന്? എന്നിട്ട് പാടാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി എന്തിനു പ്രണയിക്കണം? ഒരു കർമ്മം ചെയ്യണതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? വിരഹത്തിന്റെ വേദന അറിയാന്നുള്ളതാണ്. ഞാനതാ പറഞ്ഞ തീരെ സെൻസ് വേണമെന്നില്ല ആ കാലത്തുള്ള പാട്ട്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തമാശ പറയല്ലത്. വിരഹത്തിന്റെ വേദന അറിയാന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രണയിക്കണം. കുറച്ച് തിയോളജി ഒക്കെ വരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട്. അത് ഇവിടെ പാടാൻ വയ്യ എനിക്ക്. നീലരാവിന്റെ കഥയൊക്കെ കുറച്ചൊരു തിയോളജി, കുറച്ചൊരു ഒരു എന്താണ് പറയാ, ഒരു കവിത്വം വരുന്നത് ആ കവിതയിലൊക്കെ. അങ്ങനെ വൾഗറായി നടക്കുന്ന ഒരു സാഹിത്യ രൂപമായി പിന്നീട് നമ്മുടെ ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാവുന്ന കവിത അല്ലെങ്കിൽ പാട്ട്, ഗാനം, മാപ്പിളപ്പാട്ട് മാറി.